ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 45. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷഃ അനേകജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതിം. വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ട് യത്നിക്കുന്ന പാപങ്ങൾ നീങ്ങിയ യോഗി അനേക ജന്മങ്ങളിലൂടെ സംസിദ്ധിയെ പ്രാപിച്ച് പരമമായ ഗതിയെ നേടുന്നു. ഇവിടെ യോഗാനുഷ്ഠാനത്താൽ പരമമായ ഗതിയെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ശ്ലോകമാണ്. യോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു യോഗാനുഷ്ഠാനത്തെ ചെയ്യുന്നവൻ എന്നർത്ഥം. അതായത് ചിത്തസംയമം ശീലിക്കുന്ന ആളെയാണ് ഇവിടെ യോഗി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആ യോഗചര്യ എളുപ്പമല്ല. കാരണം മുമ്പ് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു, ഈ ചിത്തനിരോധം എന്നുള്ളത് വളരെ പ്രയത്നിച്ച് നേടേണ്ടതാണ്. എവിടെയാണോ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നത് അത് പല വിഷയങ്ങളിലേക്ക് പരക്കം പായാൻ തുടങ്ങും. എപ്പോഴാണോ ഒന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് അത് കൂടുതൽ ഓടുന്നത്. അതുകൊണ്ട് ഈ ഏകാഗ്രതയിലൂടെ ചിത്തസംയമനം നേടുക എന്നുള്ള യോഗത്തെ വളരെ പ്രയാസപ്പെട്ട് നേടേണ്ടതാണ്, എളുപ്പമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതാണ് ധീരന്മാരായവർ ചെയ്യേണ്ടത്. ധീരന്മാർ എന്ന് പറഞ്ഞാൽ ധീയം രാതീതി ധീരൻ, ബുദ്ധിമാന്മാർ. കാരണം പ്രയാസപ്പെട്ട് നേടുകയാണ് ഒരു ധീരൻ്റെ ലക്ഷണം. എളുപ്പമായ വഴികൾ തേടുക എന്നുള്ളത് ഒരു ധീരൻ്റെ ലക്ഷണമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം കഠിന പ്രയത്നം ചെയ്തിട്ട് നേടണം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചവരാണ് വലിയ തലങ്ങളിലെത്തിയിട്ടുള്ളത്. അത് ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ വേർതിരിക്കേണ്ടതില്ല. കഷ്ടപ്പാടും ത്യാഗവും സഹിക്കേണ്ടി വരും ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ. അല്ലെങ്കിലോ പ്രയത്നം കുറവുള്ള മേഖല മതിയോ എങ്കിൽ അത്രയൊക്കെ നേടാനും സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ശ്രേഷ്ഠമായ മാർഗങ്ങളിൽ എത്തണമെങ്കിൽ അവിടെ എളുപ്പവഴിയും കുറുക്കു വഴിയുമില്ല, അവിടെ നേരായ വഴിയേ ഉള്ളൂ. നേരായ വഴി കഠിനം തന്നെയാണ്. ആ കാഠിന്യത്തെ കണ്ടുകൊണ്ട് പിന്മാറുന്നവർക്ക് ആ മനുഷ്യജന്മ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ പ്രയാസമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, സാധിക്കില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ഈ ജനിച്ച ഈ ജീവിതം തന്നെ ഇപ്പം നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്. ആ മനുഷ്യജന്മം വളരെ ദുർലഭമായി മാത്രം ലഭിക്കുന്ന മനുഷ്യജന്മത്തിൽ പട്ടിക്കും പൂച്ചയ്ക്കും മറ്റു ജീവികൾക്കും കഴിയുന്ന വിഷയ സേവകൾ അഥവാ വിഷയങ്ങളിലേക്കുള്ള ഇന്ദ്രിയങ്ങളുടെ പരക്കം പാച്ചിലിനെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യജന്മ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആ യോഗാനുഷ്ഠാനത്തിൽ വളരെ തീവ്രതയോടുകൂടി കഠിനമായി അധ്വാനിക്കുന്നവർക്ക് പോരാ, ആ ആൾക്ക് നല്ല ലക്ഷ്യബോധം വേണം, മാർഗനിഷ്ഠ വേണം. ഈ ലക്ഷ്യബോധവും മാർഗനിഷ്ഠയും ആണ് സാധനാമാർഗത്തിലൂടെ ചരിക്കുന്ന ഒരാൾക്ക് വേണ്ടത്. ആ ലക്ഷ്യബോധം തരുന്നതോ അത് നമ്മുടെ ഗുരുജനങ്ങളാണ്. ആ ഗുരുജനങ്ങൾ തരുന്നതിൽ ഉറച്ച ശ്രദ്ധയും വിശ്വാസവും, അവർ പറയുന്നത് സത്യമാണ്. അതേപോലെ തന്നെ ശാസ്ത്രം കാണിച്ചു തന്ന മാർഗം, ഇത് രണ്ടും നമുക്ക് ലക്ഷ്യബോധത്തിലേക്ക് ഉറപ്പിക്കാൻ സാധ്യമാകും. ഇങ്ങനെ ലക്ഷ്യബോധത്തോടു കൂടി വേണം നമ്മൾ ഈ യോഗാനുഷ്ഠാനത്തിൻ്റെ മാർഗത്തിൽ യത്നിക്കാൻ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എന്തായിത്തീരുന്നു? സംശുദ്ധ കിൽബിഷനാകുന്നു എന്നാണ് പറഞ്ഞത്. കിൽബിഷൻ എന്ന് പറഞ്ഞാൽ പാപമാണ്, പാപവാസനകളാണ്. ഈ പാപവാസന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലൗകിക രീതിയാ പറയുന്ന പാപവാസനകളല്ല. അത് പാപം, ഇത് പുണ്യം, അതല്ല. ഇവിടെ പറയുന്നത് പല വിധ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ഭ്രമിച്ചോടുന്ന, പലവിധ കാമനകളുടെ പിന്നാലെ ഓടിപ്പോകുന്ന, അത് കിട്ടിയാൽ കുഴപ്പമില്ല, ഇത് കിട്ടിയാൽ തരക്കേടില്ല എന്ന് വിചാരിച്ചു പോകുന്ന ആ കാമയുക്തമായ സ്ഥിതിയാണ് അന്ധകരണത്തിൻ്റെ
മലിനാവസ്ഥ. ആ മലിനാവസ്ഥയാണ് ഇവിടെ പാപം. ആ പാപത്തെ അത് നീങ്ങണം. അവർ ആ നിത്യവും ധ്യാന ജപാദികൾ ചെയ്യുന്നവർക്ക് അങ്ങനെ അവർ പാപമറ്റവരായിത്തീരുന്നു. അവരുടെ അന്ധക്കരണം ശുദ്ധമാകുന്നു, വികസിതമാകുന്നു. ഇവിടെ ശുദ്ധം എന്നുള്ളതും ഒക്കെ നമ്മൾ സാമാന്യ ലോകത്ത് പ്രയോഗിക്കുന്ന ശബ്ദമല്ല. അന്ധക്കരണത്തിൻ്റെ ശുദ്ധി. അന്ധക്കരണത്തിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ പലതിലേക്ക് പരക്കം പായാത്ത ഏകാഗ്രതമമായിരിക്കുന്ന സ്ഥിതിവിശേഷം നേടിയെടുക്കുക. അതാണ് ഈ ജപാദികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ലഭിച്ചത് അതിന് കഴിയണമെങ്കിൽ എന്ത് വേണം? അത് അനേക ജന്മാർജിതമായ സാധനാ സംസ്കാരം കൊണ്ടേ സാധിക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, ഇനി എത്രയോ ജന്മം കഴിഞ്ഞേരും എന്ന് പറഞ്ഞ് അലസമായി മടിയനായിട്ടിരിക്കാനല്ല, തീവ്രമായി പരിശ്രമിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. കുറേ ജന്മങ്ങളായിട്ടാണ് നമുക്കിവിടെ ഈ സംസ്കാരം വന്നത്. എന്നിട്ട് ഇനിയും ജന്മങ്ങൾ എടുത്തോട്ടെ എന്നല്ല, മനുഷ്യജന്മം പിന്നെ കിട്ടിക്കൊള്ളണമെന്ന് തന്നെയല്ല. അപ്പം മനുഷ്യജന്മം കിട്ടിയ സ്ഥിതിക്ക് അതിന് അനുകൂലമായ സാഹചര്യമായിരിക്കുന്ന മനുഷ്യജന്മത്തിൽ വന്നിട്ടും അത് വേണ്ട പോലെ ഉപയോഗിക്കാതെ കളഞ്ഞു കുളിച്ചാൽ ഇനി അടുത്തത് മനുഷ്യന് ആയിക്കൊള്ളണമെന്ന് തന്നെയല്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ലവണ്ണം ശരിയായ ആ ശാസ്ത്രബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവാക്യത്തിൽ വിശ്വാസത്തോടുകൂടി അങ്ങനെ ചിത്തശുദ്ധി നേടിയെടുക്കാനുള്ള യോഗാനുഷ്ഠാനങ്ങളെ ചെയ്യൂ. അങ്ങനെ ആ ചിത്തശുദ്ധിയിൽ തത്വവിജ്ഞാനവും നേടാൻ സാധിക്കും. അതാണ് യഥാർത്ഥ സിദ്ധി. അപ്പോൾ തത്വവിജ്ഞാനത്തെയാണ് ഇവിടെ യഥാർത്ഥ സിദ്ധിയായിട്ട് വിശേഷിപ്പിച്ചത്. അല്ലാതെ ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിൽ അതിൽ മാത്രം ബുദ്ധി ഊന്നിക്കൊണ്ട് ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്ത് ചില വാള് കിട്ടിയ കോമരാവലും ചില ശൂലം തറച്ചു കഴിഞ്ഞാൽ അത് ദേവൻ തൃപ്തിപ്പെടുമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പല പ്രാകൃതങ്ങളായ ആചരണങ്ങൾ ഉണ്ട്. അതൊക്കെ സിദ്ധികളായിട്ട് കണക്ക് കൂട്ടുന്നവരുണ്ട്. അല്ലെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കലോ ആകാശത്തുനിന്ന് ഭസ്മമെടുക്കലോ ഇതൊന്നുമല്ല, ഇങ്ങനെയുള്ള ഒരു വിദ്യയുമല്ല. ഇതൊക്കെ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, ഇതൊന്നുമല്ല സിദ്ധി. ഇതൊക്കെ നശ്വരങ്ങളവയാണ്. അതുകൊണ്ട് ശാശ്വതമായ ശാന്തിയെ നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് ജ്ഞാനസിദ്ധൻ എന്ത് ചെപ്പട വിദ്യ കാണിക്കട്ടെ, പക്ഷേ ജ്ഞാനസിദ്ധി നേടാത്ത ഒരാൾ മറ്റു സിദ്ധികളിൽ മയങ്ങിപ്പോയാൽ അയാൾക്ക് ജ്ഞാനസിദ്ധി നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള ചെപ്പടി വിദ്യകളുമല്ല സിദ്ധി എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപ സാക്ഷാത്കാരമാണ്. താൻ ആത്മാവാണ് എന്നുള്ള ഉറച്ച ബോധമാണ്. അത് ഈ യോഗാനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് പരം തത്വജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ചിത്തശുദ്ധിയിലൂടെ മാത്രമേ ഇത് നേടാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഈ ശ്ലോകത്തിൽ എടുത്തു പറയുകയാണ്, യോഗം ആത്മവിശുദ്ധയെ. ഈ യോഗം, ഈ അനുഷ്ഠാനങ്ങൾ, ഈ ധ്യാനയോഗാനുഷ്ഠാനങ്ങൾ അന്ധകരണത്തിൻ്റെ വിശുദ്ധിക്കായിട്ട് ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചിത്തശുദ്ധി വന്നാൽ, ഈ അന്ധകരണത്തിൻ്റെ ശുദ്ധി വന്നാൽ മറ്റ് ഇതര വൃത്തികളെല്ലാം നീങ്ങി വിഷയാകാര വൃത്തിയിൽ നിന്നൊക്കെ അത് ആത്മാകാര വൃത്തിയിലേക്ക് എല്ലാറ്റിലും ആത്മദൃഷ്ടി കൈവന്നുകൊണ്ട്, എന്തിനെ കാണുമ്പോഴും അതിൽ ആത്മദൃഷ്ടി വന്നുകൊണ്ട് ആ ആത്മാകാര വൃത്തി ശേഷിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ആത്മബോധമുദിക്കുന്നു, എപ്പോഴും ആത്മബോധമുദിക്കുന്നു. അതാണ് ശരിയായ ഈശ്വര ദർശനം, ആത്മദർശനം. ഇത് ഈ ആത്മബോധം, സ്വരൂപബോധം സ്വതവേ പ്രകാശിക്കുകയാണ്, പുറമെ നിന്ന് ഉണ്ടാക്കി തീർക്കേണ്ടതല്ല. അതിൽ വന്നിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കുകയാണ് അന്ധകരണ ശുദ്ധി കൊണ്ട് സാധിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ടൊന്നും നിർമ്മിക്കുകയല്ല. താൻ ആത്മാവ് തന്നെയാണ്, പക്ഷേ താൻ ആത്മാവാണെന്നുള്ള ബോധം തനിക്ക് ഇതുവരെ വന്നില്ല. താൻ ശരീരമാണെന്നോ മനസ്സാണെന്നോ ബുദ്ധിയാണെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ച് ആ ആത്മാവിൽ ആരോപിക്കപ്പെട്ട് പലവിധ വിഷയങ്ങളുടെ പിന്നാലെ, തുച്ഛങ്ങളായിരിക്കുന്ന വിഷയസുഖങ്ങളുടെ പിന്നാലെയൊക്കെ പോയി. ഈ വിഷയാകാര വൃത്തിയിൽ നിന്ന് ആത്മാകാര വൃത്തിയിലേക്ക് വരുന്നതോടുകൂടി സാത്മബോധം, സ്വന്തം താൻ ആത്മാവാണെന്നുള്ള ബോധം ഉള്ളതുപോലെ പ്രകാശിക്കുന്നു.
ഇങ്ങനെ ആ അദ്വൈതാത്മനിഷ്ഠനാകുന്നു. അവിടെ രണ്ടില്ല, ആത്മാവ് രണ്ടില്ല. തന്നിലുള്ള ആ ആത്മാവ് തന്നെയാണ് സർവത്തിലും കാണുന്നത്. അത് സർവത്തിലും ഉള്ളത് തന്നെയാണ് തന്നിലും ഉള്ളത്. അങ്ങനെ അവിടെ രണ്ടില്ല, അവിടെ ഒരു തരത്തിലും ഭേദബുദ്ധി ഉണ്ടാവുന്നില്ല. സർവചരാചരങ്ങളിലും സർവത്തിലും കുടികൊള്ളുന്ന ആ ആത്മാവ് തന്നെയാണ് തന്നിൽ താനായി പ്രകാശിക്കുന്നത്. ഇതറിയൽ തന്നെയാണ് മോക്ഷഹേതു. ഇതറിഞ്ഞവന് പിന്നെ മറ്റു യാതൊരു വിധത്തുള്ള അശാന്തിയോ അസ്വസ്ഥതയോ അസമാധാനമോ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാവുമ്പോഴേ, ഞാനും നീയും ഞങ്ങളും നിങ്ങളും ഭേദബുദ്ധി ഉണ്ടാവുമ്പോൾ മാത്രമേ അത് ദുഃഖഹേതു ആകുന്നുള്ളൂ. എല്ലാം ആത്മാവാണെന്ന് കാണുന്ന ദൃഷ്ടിയിൽ പിന്നെ അതിൽ നിന്ന് ദുഃഖമുണ്ടാവുന്നില്ല. ദുഃഖം ഉണ്ടാവണമെങ്കിൽ രണ്ടുണ്ടാവണം, ആത്മാവല്ലാത്തതുണ്ടാവണം. ഇവിടെ എല്ലാം ആത്മഭിന്നമായി ഇവിടെ യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പരാംഗതിം യാതി എന്ന് പറഞ്ഞത്. അപ്പൊ പരമമായ ഗതി അത് മോക്ഷം തന്നെയാണ്. ആ മോക്ഷഗതി എന്ന് പറയുന്നത് ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ്. അഭയേ ഭയദർശിന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയം ഉണ്ടാവുന്നത് രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയക്കുന്നത്. ഇവിടെ രണ്ടാമതൊന്നില്ല. എന്തിൽ നിന്ന് ഭയക്കണം? എല്ലാം ആത്മമയമാണ്, എല്ലാം ആത്മാവ് തന്നെയാണ്. അതാണ് പ്രകാശിക്കുന്നത്. അത് ഉപാധിഭേദത്തിനനുസരിച്ച് പ്രകടമാവുന്നു എന്ന് മാത്രം. അപ്പോൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ഒന്നിൽ നിന്നും തനിക്കും ഭയമില്ല, ഒന്നും തന്നെയും ഭയപ്പെടുന്നില്ല. രണ്ട് എന്ന ഭാവം അവിടെയില്ല. ഈ അദ്വൈത ആത്മബോധത്തിലാണ് ശാന്തിയുള്ളത്, സമാധാനമുള്ളത്. അവിടെ സുഖത്തിനായിക്കൊണ്ടോ ശാന്തിക്കായിക്കൊണ്ടോ സമാധാനത്തിനായിക്കൊണ്ടോ മറ്റൊരു വസ്തുവിനെ, മറ്റൊരു വിഷയത്തെ തേടുന്നില്ല. അവിടെ രണ്ടാമതൊന്നില്ല. തന്നിൽ തന്നെ താനായി അറിയുമ്പോൾ, ഭിന്നമായി വേറൊന്നുമില്ലാത്ത ആ ആത്മാകാര വൃത്തി മാത്രമാവുമ്പോൾ അവിടെ പിന്നെ മറ്റെന്തിനെ തേടാനാ? തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു വിഷയത്തെ തേടുന്നുണ്ടോ? തൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ബാഹ്യമായ എന്തെങ്കിലും ആലംബനം അയാൾക്ക് ആവശ്യമുണ്ടല്ലോ. അവിടെ താൻ തന്നെയാണ്, തന്നിൽ തന്നെ സ്വാത്മബോധം തന്നെയാണ് അവിടെ ശാന്തിക്ക് കാരണമാകുന്നത്. അതറിയാത്ത കാലത്തോളം തുച്ഛമായ മറ്റു വിഷയങ്ങളിലേക്ക് ആ തുച്ഛമായ സുഖത്തിനായിക്കൊണ്ട് പരക്കം പായുന്നു, അത് തുച്ഛമാണെന്നറിയാതെ. അതുകൊണ്ട് തന്നിൽ താനായിട്ട് ഉള്ള ആ ആത്മബോധത്തിൽ നിന്നുണ്ടാവുന്ന ആനന്ദം, അത് മറ്റു വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോണ്ടാവുന്ന ആ തുച്ഛമായിരിക്കുന്ന സുഖമുണ്ടല്ലോ, അത് തീർത്തും നശ്വരമാണ്, അത് ശാശ്വതമല്ലെന്നുള്ള തിരിച്ചറിവിലൂടെ തൻ്റെ ആത്മബോധത്തിലേക്ക് അതീവ ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി യോഗാനുഷ്ഠാനം കൊണ്ട് ചരിക്കുന്ന ഒരാൾ ആ ഒരു പരമമായ പ്രാപ്തിയെ, മോക്ഷത്തെ പ്രാപിക്കാൻ ഹേതുവാകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാപവാസനയെ നിർമാർജനം ചെയ്യണം. പാപവാസന എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിൻ്റെ അങ്ങുമിങ്ങുള്ള പരക്കം പാച്ചിലാണ്. അങ്ങനെ നിർമാർജനം ചെയ്താൽ അവിടെ പാപവാസന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലൗകിക രീതിയാ പറയുന്ന പുണ്യവും ഈ ആത്മബോധത്തിന് തടസ്സമാണെന്നുള്ളത് കൊണ്ട് അതും പാപമാണ്. അപ്പോൾ പുണ്യമെന്നുള്ളതും പാപമെന്നുള്ളതും വാസ്തവത്തിൽ പാപമാണ്. അത് നീക്കണം. അപ്പോൾ മനസ്സിനെ ആത്മാഭിമുഖമാക്കി ശീലിക്കുന്ന ഒരാൾക്ക് പുണ്യവാസനയും നീങ്ങിപ്പോണം. ഇത് നേടിയാൽ പുണ്യമാണ്, അത് നേടിയാൽ പുണ്യമാണ്, ഇത് പുണ്യകർമ്മമാണ്, അത് പാപകർമ്മമാണ്, ഇതൊക്കെ ഭേദത്തിൽ നിന്നുണ്ടാവുന്നത്. ആത്മാകാര വൃത്തിയിൽ പുണ്യവും പാപവും ഒന്നുമില്ല, ഒന്നും ബാഹ്യമായി നേടേണ്ടതല്ലെന്നർത്ഥം. അങ്ങനെ ആത്മാഭിമുഖമാക്കി നിർത്തി ശീലിച്ചാൽ അപ്പോൾ ധ്യാനനിഷ്ഠ കൈവരുന്നു. അങ്ങനെ നിശ്ചലമായ ആ മനസ്സ് ആത്മബോധത്തിൽ, ആത്മസ്വരൂപത്തിൽ അമരുന്നു. ക്രമേണ ഈ പുണ്യപാപ വാസനകളൊക്കെ ഇല്ലാതായ ആ അവസ്ഥയിൽ മനസ്സ് തന്നെ ഇല്ലാതാവുന്നു. മനസ്സെന്ന് പറയുന്നത് തന്നെ വാസനാ സഞ്ചയമാണ്. സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. അപ്പോൾ സങ്കല്പം വികല്പം, അത് കൊള്ളാലോ ഇത് കൊള്ളില്ലല്ലോ, അത് നല്ലത് ഇത് നല്ലത്, അങ്ങനെയുള്ള തന്നിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളിലേക്ക് ഉള്ള പരക്കം അത് തീർത്തും നിശ്ചലമായി കഴിഞ്ഞാൽ ഈ വാസനകൾ ഇല്ലാതാകുന്നു. അപ്പോൾ മനസ്സ് താനേ ഇല്ലാതാകുന്നു. അങ്ങനെ വാസനാനാശം തന്നെയാണ് മനോനാശം.
അപ്പോൾ മനസ്സില്ല എന്നുണ്ടെങ്കിലോ അതിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ജീവനും ഇല്ലാതാകുന്നു. ജീവനും ഇല്ലാതാവുന്ന മരിച്ചു പോകുന്നു എന്നല്ല, മനസ്സുള്ള കാലത്തോളാണ് ജീവഭാവം വേറിട്ട് നിൽക്കുന്നത്. ഞാൻ കേവലനായ ഒരു ജീവനാണ്, ഇന്ന കാലത്ത് ജനിച്ചതാണ്, ഇന്നയാളുടെ മകനാണ്, ഇന്ന കാലത്ത് മരിച്ചു പോകുന്നതാണെന്ന് ആ പരമാത്മ ഭിന്നമായിട്ട് അവിടെ ജീവാത്മാഭേദം ഇല്ല. ജീവാത്മാവെന്നോ പരമാത്മാവോ എന്നോ ഭേദമില്ല. ഈ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്, അഥവാ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ്, പ്രാതിഭാസിക ചൈതന്യമാണ് ഈ ജീവൻ എന്നർത്ഥം. അപ്പോൾ മനസ്സില്ലാതാവുന്ന കാലത്ത് ഈ ജീവഭാവവും നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നു. അതായത് ജീവൻ പരമാത്മാവിൽ ലയിക്കുന്നു. ഇതാണ് മനുഷ്യജന്മത്തിൻ്റെ ആ ജീവിതയാത്രയുടെ പരമമായ ലക്ഷ്യം. അതാണ് ആത്മസാക്ഷാത്കാരം. ഇത് പറയാനൊക്കെ എളുപ്പമാണ്. എത്രയോ ജന്മങ്ങളിലെ തീവ്ര യത്നത്തിൻ്റെ ഫലമായിട്ടാണ് ജീവൻ ഇപ്രകാരമുള്ള ആത്മസാക്ഷാത്കാരം നേടുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ സാവധാനത്തിൽ നടന്നോട്ടെ എന്നല്ല, ഈ ജന്മത്തിൽ നമുക്ക് ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ അനുഗ്രഹ ബലത്വം കൊണ്ട് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായി. ഈ ജന്മത്തിൽ തന്നെ തീവ്രമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ജന്മമെടുക്കാതെ തന്നെ ഈ ആത്മാകാര വൃത്തിയിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ബോധം, ആത്മാർത്ഥമായ ആ ആഗ്രഹം, പരിപൂർണത കൈവരിക്കാനുള്ള തിടുക്കം, വിഷയജീവിതത്തിൻ്റെ നിരർത്ഥകതയെ ബോധിക്കൽ, അത് ബോധിക്കണം. തുച്ഛമാണെന്നുള്ള ബോധം, അപ്പം അതേ തുച്ഛ ബുദ്ധിയാണ്. വിഷയങ്ങളിലുള്ള നിരർത്ഥകത മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും വേണം. ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിഷയങ്ങളുടെ നിരർത്ഥക മനസ്സിലാക്കണമെങ്കിൽ വിഷയങ്ങളെ അനുഭവിച്ച് കഴിയുന്നവരുടെ ജീവിത രീതികളെ നമ്മൾ വിലയിരുത്തിയാൽ മതി. അവനവൻ തന്നെ അനുഭവിച്ചോളണമെന്നില്ല. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ വിലയിരുത്താനുള്ളൊരു ബുദ്ധി ഉണ്ടായാൽ തന്നെ ഈ വിഷയങ്ങളുടെ നിസ്സാരത നമുക്ക് വെളിപ്പെടും. അങ്ങനെ തത്വദർശികൾ സഞ്ചരിച്ച ആ കഠിനങ്ങളായ മാർഗത്തിലൂടെ ചരിക്കാനുള്ള ധൈര്യം, ആ പരമമായ ശാന്തി നേടാനുള്ള വ്യഗ്രത, ധാർമ്മിക ജീവിത മൂല്യങ്ങളിൽ ഉള്ള പ്രതിപത്തി, ഇങ്ങനെ സദാചാര തൽപരത, പരമപദ പ്രാപ്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള ത്യാഗസന്നദ്ധത, അത് മുഖ്യമാണ്. നമ്മൾ പൊതുവെ ത്യാഗസന്നദ്ധരല്ല. കാരണം നമ്മൾ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നു, ഭക്ഷണത്തിന് വേണ്ടി പരക്കം പായുന്നു, നാവിന് വേണ്ടി പരക്കം പായുന്നു, രുചിയുള്ള ഭക്ഷണത്തിന് വേണ്ടി പരക്കം പായുന്നു, ഇതിനൊക്കെ പരക്കം പായുന്നുണ്ട്. പക്ഷേ നമുക്ക് ജന്മലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം കുറവാണ്. മറ്റതൊക്കെ മറ്റ് ജീവികളായാലും അവർക്ക് കൂടുതൽ നല്ല, നമ്മളുണ്ടാക്കുന്നതിലേറെ വീട് അവർ കൂടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിലേക്കാൾ വിഷയസേവകൾ, ഇണയും ഇരയും അവർ സ്നേഹത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ട്. നമ്മളെക്കാൾ അധികം അവർ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നുള്ളതൊക്കെ. ഏതൊരു കാര്യത്തിൽ നോക്കിയാലും മറ്റ് ജീവിയായാൽ മതിയായിരുന്നു. പക്ഷേ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ആ വിശേഷ ബുദ്ധി കൊണ്ട് മാത്രം നേടാവുന്ന ആ പരമപദ പ്രാപ്തിക്ക് വേണ്ടി, അതുകൊണ്ട് മറ്റു ജീവി സാധാരണമായതിനെ എല്ലാം ത്യജിക്കാനുള്ള സന്നദ്ധത ആർക്കുണ്ടോ, ആ പാവനങ്ങളായ ഗുണങ്ങൾ ആരിലുണ്ടോ, അയാൾ ആ പരമേശ്വരൻ്റെ ശ്രീകോവിലിലെ പള്ളിവാതിലിൽ മുട്ടി വിളിക്കുന്ന ഒരു ദേവമനുഷ്യൻ തന്നെയാണ്. അയാൾ ദേവന് തുല്യമാണ് ലോകര് കാണുന്നത്. കാരണം അത് സ്വയമേവ സ്വാഭാവികമായും അവിടേക്ക് എത്തിച്ചേർന്നതാണ്. ഇങ്ങനെ ആ ധ്യാനാഭ്യാസത്തിൽ നിഷ്കർഷയും സത്യാന്വേഷണത്തിൽ വ്യഗ്രതയും ആ ദിവ്യമായിരിക്കുന്ന ദൈവീകമായ ജീവിതത്തിൽ തൽപരതയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിത ലക്ഷ്യത്തെ കരതലാമലകം പോലെ പ്രാപ്തമാണ്, പ്രാപണീയമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകം ചെയ്യുന്നത്.